നമസ്കാരം, ഞാൻ ഡോക്ടർ തീർത്ഥ, കൺസൾട്ടിംഗ് ഫിസിഷ്യൻ ആൻഡ് സ്മൃതി മെഡിറ്റേഷൻ പ്രാക്ടീഷണർ, ശ്രീരുദ്ര ആയുർവേദ ഹോസ്പിറ്റൽ, ട്രിവാൻഡ്രം. നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന സ്ട്രെസ്സ്, ആങ്സൈറ്റി, ഓവർ തിങ്കിങ്, റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ഇതൊക്കെ ഒരു പക്ഷേ എന്തെങ്കിലും ഒരു കാലത്ത് കേൾക്കപ്പെടാതെ പോയ അല്ലെങ്കിൽ അംഗീകരിക്കപ്പെടാതെ പോയ ഒരു കുട്ടിയുടെ ഇമോഷൻസിൻ്റെ പ്രതിഫലനമാകാം. അല്ലെങ്കിൽ കിട്ടാതെ പോയ ഒരു സ്നേഹത്തിൽ നിന്ന് ഉൾത്തിരിഞ്ഞു വന്നിട്ടുള്ള ഒരു ഇൻസെക്യൂരിറ്റി ഫീലിങ്ങിൻ്റെ റിഫ്ലക്ഷൻ ആവാം. അതായത് ചൈൽഡ്ഹുഡ് ട്രോമ. ചൈൽഡ്ഹുഡ് ട്രോമ എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് എന്തെങ്കിലും ഒരു വലിയ ആക്സിഡൻറ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വലിയ അബ്യൂസ് നേരിട്ട ഒരു കുട്ടിക്ക് മാത്രം ഉണ്ടാകുന്ന കാര്യമാണെന്നാണ്. എന്നാൽ അങ്ങനെയല്ല. ഒരു കുട്ടിയുടെ മനസ്സെന്ന് പറയുന്നത് ഒരു പൂവ് പോലെയാണ്. അതിന് താങ്ങാൻ പറ്റുന്നതിനേക്കാളും വലിയൊരു കാറ്റ് വന്നാൽ പൂവ് എങ്ങനെയാണോ വീണു പോകുന്നത്, അതുപോലെ തന്നെ ഒരു കുട്ടിക്ക് സഹിക്കാൻ പറ്റുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് അല്ലെങ്കിൽ സ്വയം കൈകാര്യം ചെയ്യാൻ പറ്റുന്നതിനേക്ക് അപ്പുറത്തേക്കുള്ള ഒരു ഇമോഷൻ വന്നു കഴിഞ്ഞാൽ അതെന്തായാലും മുറിപ്പെടും. അത് ഒരു ട്രോമയായി പിന്നീട് മാറുകയും ചെയ്യും. ചൈൽഡ്ഹുഡ് ട്രോമയിലേക്ക് നയിക്കുന്ന പല കാരണങ്ങളുമുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഇമോഷണൽ നെഗ്ലിജൻസ് എന്ന് പറയുന്നത്. അതായത് കുട്ടിയുടെ ഇമോഷൻസിന് വേണ്ട പ്രാധാന്യം കുട്ടിക്കാലത്ത് ലഭിക്കാതെ പോവുക. പലപ്പോഴും ഇത് ഉണ്ടാവുന്നത് വളരെ ബിസി ഷെഡ്യൂൾ ആയിട്ടുള്ള ഒരു ലൈഫിലൂടെ കടന്നു പോകുന്ന പാരൻസിന്റെ കുട്ടികളിലാണ്. അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഉണ്ടാകും, അവർ പഠനത്തിൽ ഉന്നതിയിലെത്താം. പക്ഷെ എന്നാലും അവരുടെ ഇമോഷൻസ്, സങ്കടമായാലും ദേഷ്യമായാലും കൊച്ചു കൊച്ചു വിഷമങ്ങളായാലും ഒക്കെ കേൾക്കേണ്ട സമയത്ത് കേൾക്കാൻ ആരുമില്ലാത്ത അവസ്ഥ. ഇത്തരത്തിൽ നിരന്തരമായി ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന കുട്ടി പിന്നീട് തൻ്റെ ഇമോഷൻസ് അത്ര വലിയ പ്രാധാന്യമുള്ള ഒരു കാര്യമല്ല, അല്ലെങ്കിൽ തൻ്റെ ഇമോഷൻസിന് ആരും അത്ര വലിയ വില കൽപ്പിക്കുന്നില്ല എന്നീ ചിന്തകളിലേക്ക് പോവുകയും ഇത് പതിയെ പതിയെ അവരെ ഒരു ഇമോഷണൽ സപ്രസിലേക്ക്, അതായത് തൻ്റെ ഇമോഷൻസ് എപ്പോഴും ആരെയും അറിയിക്കാതെ ഉള്ളിലേക്ക് ഒതുക്കുക എന്ന ഒരു ക്യാരക്ടറിലേക്ക് മാറ്റിക്കൊണ്ടുവരുന്നുണ്ട്. ഇത് വളർന്നു വരുന്ന സാഹചര്യത്തിൽ എങ്ങനെയാണ് ബാധിക്കുന്നതെന്ന് വെച്ചാൽ അവരെ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യേണ്ട ചില ഫാമിലി സിറ്റുവേഷൻസിലും അല്ലെങ്കിൽ അവരുടെ കൊളീഗ്സിനിടയിലുള്ള കാര്യങ്ങളിലും ഒക്കെ അത് എക്സ്പ്രസ് ചെയ്യാതിരിക്കും. അത് എക്സ്പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് വലിയ വാല്യൂ ലഭിക്കില്ല എന്ന ചിന്ത കൊണ്ട് തന്നെ. ഇതുകൂടാതെ അവർക്കൊരു പീപ്പിൾ പ്ലീസിങ് ക്യാരക്ടർ ഉണ്ടായി വരും. കാരണം ഞാൻ എപ്പോഴും ഒരു നല്ല കുട്ടിയായി നിന്ന് കഴിഞ്ഞാൽ എനിക്ക് ശ്രദ്ധ കിട്ടും, അല്ലെങ്കിൽ അപ്പോഴും മാത്രമേ എനിക്കൊരു അംഗീകാരം കിട്ടൂ എന്നുള്ള ഒരു ചിന്ത കൊണ്ട് തന്നെ അവരെപ്പോഴും ഒരു പീപ്പിൾ പ്ലീസിങ് ക്യാരക്ടറിലേക്ക് മാറാം. ഇതുകൂടാതെ ചിലപ്പോൾ അവർക്ക് അവരുടെ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യുന്നത് കൂടുതലായിട്ടും വരാം. കാരണം അവർക്കറിയില്ല എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്താലാണ് ഇതൊന്ന് അംഗീകരിക്കപ്പെടുക എന്നുള്ളത്. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പലതരത്തിലുള്ള ഫാമിലി ഇഷ്യൂസിലേക്കും അല്ലെങ്കിൽ അവരുടെ ജീവിത പ്രശ്നങ്ങളിലേക്കും ഒക്കെ പിന്നീട് നയിക്കുന്നുണ്ട്. രണ്ടാമതായിട്ടുള്ള ഒരു കാരണമാണ് നിരന്തരമായി വീട്ടിലുണ്ടാകുന്ന വഴക്കുകൾ, പ്രധാനമായിട്ടും മാതാപിതാക്കൾക്കിടയിൽ ഉണ്ടാകുന്ന വഴക്കുകൾ. എപ്പോഴും വഴക്ക് നടക്കുന്ന ഒരു ഫാമിലിയിൽ നിൽക്കുന്ന കുട്ടിക്ക് തൻ്റെ വീട് ഒരു സുരക്ഷിത സ്ഥാനമല്ല എന്ന ചിന്ത ക്രമേണ രൂപപ്പെട്ടു വരും. അവർക്ക് എപ്പോഴും അതുകൊണ്ട് തന്നെ ഒരു ഇൻസെക്യൂരിറ്റി ഫീൽ ആയിരിക്കും. ഏത് കാര്യത്തിന് ഇറങ്ങി പുറപ്പെടുമ്പോഴും എന്തെങ്കിലും സംഭവിക്കാം. അത്തരത്തിലുള്ള ഒരു ഇൻസെക്യൂരിറ്റി ഫീലിംഗ് എപ്പോഴും വരും. തനിക്ക് സുരക്ഷിതമായിട്ട് നിൽക്കാൻ ഒരു സ്ഥലമില്ല, അല്ലെങ്കിൽ ഞാൻ എവിടെയും സുരക്ഷിതരല്ല എന്നുള്ള ഒരു ചിന്ത ഉണ്ടായി വരാം. ഇതുകൂടാതെ നിരന്തരം വഴക്ക് കേൾക്കുന്നത് ചിലപ്പോൾ അവരുടെ ക്യാരക്ടറിൽ തന്നെ മാറ്റം വരുത്തും. സ്കൂളിലായാലും മറ്റ് പൊതുസ്ഥലങ്ങളിലായാലും ഇതേ ഒരു കാര്യം അവർ ഇമിറ്റേറ്റ് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പലപ്പോഴും എന്തെങ്കിലും ഒരു ഇഷ്യൂസിൽ പെട്ടിട്ടുള്ള കുട്ടികളോട് നമ്മൾ സംസാരിക്കുമ്പോൾ അവർ പറയുന്ന കാര്യമെന്ന് പറയുന്നത് അവർ വീട്ടിൽ കണ്ടിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് അവരവിടെയും ചെയ്തിട്ടുള്ളത്. പക്ഷെ അത് നമ്മൾ എപ്പോഴും തിരിച്ചറിയാറില്ല. നമ്മൾ വിചാരിക്കും അത് വീട്ടിലുള്ള വഴക്കുകൾ അതെപ്പോഴെങ്കിലും അല്ലേ, അത് അവിടെ അവസാനിച്ചല്ലോ എന്ന്. പക്ഷെ കുട്ടികളുടെ മനസ്സിൽ അങ്ങനെയല്ല. അത് അവരുടെ ഒരു ചിത്രം പോലെ അവരുടെ മനസ്സിൽ പതിയുകയും പിന്നീട് അതേ ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്ന സമയത്ത് ഞാൻ ഇങ്ങനെയാണ് പ്രതികരിക്കേണ്ടത്, ഒരു കാര്യം പറയുമ്പോൾ ഞാനത് ദേഷ്യപ്പെട്ടിട്ടാണ് പ്രതികരിക്കേണ്ടത് എന്നാണ് അവർ ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് പഠിച്ചു വെച്ചിരിക്കുന്നത്. ഇതുകൂടാതെ വളർന്നു വന്ന് അവരൊരു റിലേഷൻഷിപ്പിൽ എത്തുന്ന സമയത്തും അവിടെയും പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഇവർ ഈ കണ്ടു വളർന്ന ഒരു ദാമ്പത്യ ജീവിതമാണ് അവിടെയും ഉണ്ടാവുക എന്നുള്ള ഒരു എക്സ്പെക്റ്റേഷൻ ആയിരിക്കും ഇവരുടെ ഉപബോധ മനസ്സിൽ ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ ആവശ്യത്തിന് കെയറും അല്ലെങ്കിൽ ആവശ്യത്തിന് പ്രൊട്ടക്ഷനും ഒക്കെ കിട്ടുന്ന ഒരു പാർട്ട്ണറെയാണ് കിട്ടിയതെങ്കിൽ പോലും അവരതിൽ മുഴുവനായിട്ടും സാറ്റിസ്ഫൈഡ് ആയിരിക്കില്ല. കാരണം എപ്പോഴും എന്തും സംഭവിക്കാം, അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാം എന്നുള്ള ഒരു ഇൻസെക്യൂരിറ്റി ഫീലിംഗ് അവരുടെ ഉള്ളിൽ ഉണ്ടാവുകയും അല്ലെങ്കിൽ അവർക്ക് പൂർണ്ണമായ ഒരു വിശ്വാസം ആ ബന്ധത്തിൽ ഉണ്ടാവുകയും ചെയ്യുകയില്ല. ഇത് വീണ്ടും പ്രശ്നങ്ങളിലേക്കും അവരുടെ ദാമ്പത്യ ജീവിതം തന്നെ പ്രശ്നത്തിലേക്കാവുന്ന അവസ്ഥയിലേക്കും എത്തിപ്പെടാറുണ്ട്. ഇത്തരത്തിലുള്ള ട്രോമകൾ ഒരു മുതിർന്ന അവസ്ഥയിൽ എത്തിക്കഴിയുമ്പോൾ നമ്മളെ ബാധിക്കുന്ന ഏറ്റവും വലിയൊരു ഏരിയ എന്ന് പറയുന്നത് ഫാമിലി റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്ന ഇഷ്യൂസ് തന്നെയാണ്. പലപ്പോഴും പാർട്ട്നേഴ്സ് തമ്മിലുണ്ടാകുന്ന വഴക്കുകളിൽ
ഉയർന്നു വരുന്ന ഒരു ചോദ്യമാണ്, എന്തിനാണ് ഇത്ര ചെറിയ കാര്യത്തിന് ഇത്രയധികം ഇമോഷണലി റെസ്പോണ്ട് ചെയ്യുന്നത് എന്നുള്ളത്. പലപ്പോഴും ആ ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷൻ ആയിരിക്കില്ല അവരുടെ ആ ഒരു റിയാക്ഷൻ്റെ പിറകിലുള്ളത്. ഇപ്പം മുമ്പ് പറഞ്ഞതുപോലെ എപ്പോഴും വഴക്ക് നടക്കുന്ന ഒരു പാരൻറ്റിൻ്റെ കുട്ടി, അവർക്ക് ഈ ഒരു റിലേഷൻഷിപ്പിലും അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ആ ഒരു വഴക്ക് തന്നെയായിരിക്കും. അതെത്ര കെയറിങ് റിലേഷൻഷിപ്പ് ആണെങ്കിലും അവരുടെ ഒരു എക്സ്പെക്റ്റേഷൻ എന്ന് പറയുന്നത് എപ്പോഴും വേണമെങ്കിലും ഇവരെന്നെ ഇട്ടേച്ചു പോകാം, അല്ലെങ്കിൽ ഞാനുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിക്കാം തുടങ്ങിയ ഒരു പേടി അവരറിയാതെ അവരുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഉണ്ടാവും. അങ്ങനെയുള്ള ഒരുപാട് കേസുകൾ നമുക്ക് സ്മൃതിയിൽ വരാറുണ്ട്. കഴിഞ്ഞ ദിവസം വന്നൊരു കുട്ടിയുടെ കേസിൽ തന്നെ കുട്ടി വന്ന് സമയത്ത് പറഞ്ഞ കാര്യമെന്ന് പറയുന്നത് ഹസ്ബൻഡ് വേണ്ടത്ര കെയർ ചെയ്യുന്നില്ല, തൻ്റെ ആവശ്യങ്ങൾ നടത്തി തരാൻ വേണ്ടി സമയം കണ്ടെത്തുന്നില്ല തുടങ്ങിയ പല പരാതികളുമായിരുന്നു. പക്ഷെ ഹസ്ബൻഡ് സംസാരിച്ചപ്പോൾ പറഞ്ഞത് കുട്ടിക്ക് എന്തെങ്കിലും ചെറിയൊരു ഇഷ്യൂസ് മതി, ഒന്ന് ഫോൺ വിളിച്ച് എടുത്തിട്ടില്ലെങ്കിൽ പോലും വലിയ രീതിയിൽ ഇമോഷണലി റിയാക്ട് ചെയ്യുന്നു തുടങ്ങിയ പ്രശ്നങ്ങളാണ്. അപ്പോൾ കാര്യങ്ങളൊക്കെ സംസാരിച്ച് സ്മൃതി ചെയ്തതിന് ശേഷം കുട്ടി മനസ്സിലാക്കിയ കാര്യമെന്ന് പറയുന്നത് വീട്ടിലെപ്പോഴും വഴക്കായിരുന്നു. അച്ഛനും അമ്മയും തമ്മിൽ വഴക്ക് നടന്നു കഴിഞ്ഞാൽ അച്ഛൻ പലപ്പോഴും 2-3 ദിവസമൊക്കെ മാറി കസിൻ്റെ വീട്ടിലൊക്കെ പോയി നിൽക്കാറുണ്ട്. ഈ സമയത്ത് അമ്മ വളരെ ഇമോഷണലി ഡൗൺ ആയിരിക്കും. അമ്മയുടെ ഈ ഇമോഷൻസ് ഒക്കെ തീർക്കുന്നത് ഈ കുട്ടിയുടെ അടുത്താണ്. അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു വലിയൊരു ഇൻസെക്യൂരിറ്റി ഫീലിങ്ങിലാണ് ഈ കുട്ടി വളർന്നു വന്നത്. ഈ പ്രശ്നം തന്നെയാണ് തൻ്റെ ഇപ്പോഴുള്ള ഈ റിലേഷൻഷിപ്പ് ഇഷ്യൂവിലേക്ക് നയിച്ചത് എന്ന് കുട്ടി തിരിച്ചറിഞ്ഞത് ഇപ്പോഴാണ്. അത് മനസ്സിലാക്കി ആ കാര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ പഠിച്ചതോടുകൂടി തന്നെ ഈ പ്രശ്നത്തിന് തന്നെ ഒരു വലിയ പരിഹാരമായി തീരുകയാണ് ചെയ്തത്. ഇതേ കാര്യങ്ങൾ തന്നെയാണ് നമ്മളുടെ പല കാര്യങ്ങളിലും ഉണ്ടായി വരുന്നത്. ഇവിടെ ഇതിൻ്റെ യഥാർത്ഥ കാരണം എന്താണെന്ന് നമ്മൾ തിരിച്ചറിയാൻ ശ്രമിക്കുകയും ആ ഒരു ട്രോമയെ ഐഡൻറ്റിഫൈ ചെയ്ത് ഹീൽ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ആദ്യപടിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളും. ചൈൽഡ്ഹുഡ് ട്രോമയുടെ മറ്റൊരു പ്രധാന കാരണമാണ് കമ്പാരിസൺ. മിക്കവാറും കാര്യങ്ങളിലും നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്നൊരു കാര്യമാണ് കമ്പാരിസൺ. കുട്ടികളുടെ മനസ്സിൽ ഇത് വലിയൊരു പ്രശ്നമാണ്. പലപ്പോഴും അടുത്ത വീട്ടിലെ കുട്ടിയുമായിട്ടോ അല്ലെ വീട്ടിൽ തന്നെയുള്ള സിബ്ലിങ്സുമായിട്ടും ഒക്കെ കമ്പാരിസൺ വരും. അത് അവർക്ക് അവരുടെ ഒരു സെൽഫ് കോൺഫിഡൻസിനെ തന്നെയാണ് ഇല്ലാതാക്കുന്നത്. ഞാൻ എന്തോ മറ്റുള്ളവരുടെക്കാളും താഴെയാണ് എന്നുള്ള ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് രൂപപ്പെടാനും, കൂടാതെ പഠന കാര്യങ്ങളുടെ ഒക്കെ കാര്യം വരുമ്പോൾ മൂത്ത കുട്ടി അല്ലെങ്കിൽ ഇളയ കുട്ടി തന്നേക്കാൾ നല്ല രീതിയിൽ പഠിക്കുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ ചിലപ്പോൾ ആ കുട്ടി നല്ല എഫേർട്ട് ഇടുന്നുണ്ടാവും. ഓരോ കുട്ടികളുടെയും ഇൻ്റലിജൻസ് ലെവൽ വേറെയാണ്, സെയിം പാരൻസിൻ്റെതാണെങ്കിൽ പോലും. അപ്പോൾ അത് മനസ്സിലാക്കാതെ നമ്മൾ ഇത്രയും കമ്പാരിസൺസ് നടത്തുമ്പോൾ അവരുടെ സെൽഫ് കോൺഫിഡൻസ് കുറയുകയും ഞാൻ എത്ര പഠിച്ചാലും അത്ര എത്തില്ല എന്നുള്ള ഒരു കാര്യം അവരുടെ മനസ്സിൽ വന്ന് സ്വാഭാവികമായി തന്നെ അവർ ആ പഠനത്തിൽ പിന്നെയും പുറകോട്ട് പോകാനാണ് സാധ്യത കൂടുതൽ വരുന്നത്. കൂടാതെ അവർക്ക് മറ്റൊരു വലുതായി അവരൊരു ജോലി സ്ഥലത്തോ അല്ലെങ്കിൽ അവരൊരു ഹയർ എഡ്യൂക്കേഷൻ ലെവലിലോ ഒക്കെ എത്തുമ്പോൾ അവരുടെ കൂടെയുള്ള ആളുകളെ സ്വയം സെൽഫ് കമ്പാരിസൺ ചെയ്തുകൊണ്ടായിരിക്കും അവർ മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ അവരുടെ ഒരു നല്ല ഹൈ സ്കോറിങ്ങും കാര്യങ്ങളും ഒക്കെ കാണുമ്പോൾ ഇത് ഇവർക്ക് ഡിസ്റ്റർബൻസ് ആവും, എനിക്ക് അത്ര എത്താൻ പറ്റുന്നില്ല. ഇത് ഇവർ എല്ലാ സ്ഥലത്തും ഒരു പരാജയത്തിലേക്ക് നയിക്കപ്പെടുന്നതാണ്. ചൈൽഡ്ഹുഡ് ട്രോമയിലേക്ക് നയിക്കുന്നതും ഇന്ന് നമ്മൾ വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്നതായ ഒരു കാര്യമാണ് ബോഡി ഷേമിംഗ് എന്ന് പറയുന്നത്. പലപ്പോഴും തമാശയായിട്ട് പറയുന്ന ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും ഒരു കുട്ടിയുടെ മനസ്സിൽ അവരുടെ ജീവിതകാലം മുഴുവൻ ഉണ്ടാവുന്ന ഒരു ബാഡ് ഫീലിങ്ങിലേക്ക് നയിക്കുന്നത്. മെലിഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ കറുത്തിട്ടാണ്, അല്ലെങ്കിൽ തടിച്ചിട്ടാണ് തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ തമാശയ്ക്ക് പറയുമ്പോൾ ആ കുട്ടിയിൽ അവരുടെ സെൽഫ് റെസ്പെക്റ്റ് തന്നെ ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. കുട്ടിക്ക് തൻ്റെ ഒരു ശരീരത്തിനോട് തന്നെ വെറുപ്പ് തോന്നുകയും, അല്ലെങ്കിൽ ഞാനൊരു മോശം ആളാണ്, മെലിഞ്ഞു പോയതുകൊണ്ട് ഞാനൊരു മോശമാണ്, അല്ലെങ്കിൽ തടിച്ചതുകൊണ്ട് ഞാൻ മോശമാണ് എന്നുള്ള ഒരു ചിന്തയാണ് അവരുടെ മനസ്സിൽ രൂപപ്പെടുന്നത്. ഇത് അവർക്ക് സെൽഫ് കോൺഫിഡൻസ് ഇല്ലാതാക്കാനും സമൂഹത്തിൽ ഇടപഴകുന്നതിൽ പ്രശ്നം ഉണ്ടാക്കാനും, അല്ലെങ്കിൽ അതിനേക്കാളും ഒരു കോംപ്ലക്ഷനുള്ള ഒരു കറുത്തിട്ടാണെന്ന് പറഞ്ഞിട്ട് എപ്പോഴും ഒരു അവഗണിക്കപ്പെടുന്ന കുട്ടിക്ക് ചിലപ്പോൾ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരാളെ കാണുമ്പോൾ അവരോടൊരു ദേഷ്യം വരാനും ഒക്കെ കാരണമാകും. ഇത് പിന്നീട് മറ്റു തരത്തിലുള്ള പ്രശ്നങ്ങളിലേക്കാണ് ഉണ്ടാകുന്നത്. അവരുമായിട്ടുള്ള ഒരു ഇഷ്യൂസ് ഉണ്ടാവുകയും ഇതിൻ്റെ യഥാർത്ഥ കാരണം ഇവർക്ക് മനസ്സിലാവില്ല. പ്രത്യേകിച്ചൊരു കാരണമൊന്നുമില്ലാതെ അത്തരം ആളുകളെ കാണുമ്പോൾ അവരുമായിട്ടൊരു പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു. ഇത്തരത്തിലൊക്കെ ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ കുട്ടികളോട് സംസാരിക്കുമ്പോൾ കുട്ടിയല്ലേ എന്ന ചിന്തയിൽ നമ്മൾ പറയുന്ന തമാശകൾ അങ്ങനെ പറയാൻ പാടില്ല. കുട്ടിയാണെങ്കിലും അവരുടെ മനസ്സ് എന്ന് പറയുന്നത് എല്ലാം പ്രോസസ്സ് ചെയ്യുന്നുണ്ട്. നമ്മൾ പറയുന്ന ഓരോ വാക്കും പ്രോസസ്സ് ചെയ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എപ്പോഴും മുതിർന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ കുട്ടികളോടാണെങ്കിലും സംസാരിക്കുമ്പോൾ അതിൻ്റെ ഒരു വ്യക്തതയോടുകൂടി നമ്മൾ ചിന്തിച്ചുകൊണ്ട് മാത്രം സംസാരിക്കുക.
പിന്നീട് നമ്മൾ മുതിർന്ന ആളുകളോട് പറയാനുള്ള ഒരു കാര്യം, നമുക്ക് ഇത്തരത്തിലുള്ള ഓവർ തിങ്കിങ് അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ഇത്തരം കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇതെന്താണ് എനിക്ക് ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ ഞാൻ ട്രിഗർ ചെയ്യപ്പെടുന്നത് എന്ന് എപ്പോഴും ഒന്ന് ചിന്തിച്ചു നോക്കുക. നമ്മുടെ ചൈൽഡ്ഹുഡ് മുതൽ നമ്മൾ വന്നിട്ടുള്ള എന്തെങ്കിലും അനുഭവങ്ങൾ നമുക്ക് ഇതിന് കാരണമായി തീർന്നിട്ടുണ്ടോ എന്ന് അനലൈസ് ചെയ്യുക. അത്തരത്തിലുള്ള കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് ഈ ചൈൽഡ്ഹുഡ് ട്രോമയെ തിരിച്ചറിഞ്ഞ് ഹീൽ ചെയ്യപ്പെടുക എന്നുള്ളത് തന്നെയാണ് ചൈൽഡ്ഹുഡ് ട്രോമയിൽ നിന്ന് പുറത്തേക്ക് വന്ന് നമ്മുടെ ജീവിതം നല്ലൊരു ആനന്ദകരമായി മുന്നോട്ട് പോകാനുള്ള ഏറ്റവും നല്ല വഴി. താങ്ക്